ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗാണ്, മിനി വ്ളോഗ്. അപ്പം നമ്മൾ റെഡിയായി എങ്ങടാ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിയുടെ കുട്ടി സ്കൂളിലൊന്ന് വീണ് താടെയൊക്കെ പൊട്ടി സ്റ്റിച്ചൊക്കെ ഇട്ടിരിക്കുകയെന്ന് പറഞ്ഞ് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അപ്പോൾ അവളുടെ അടുത്തൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് റെഡിയായി ഇറങ്ങി അല്ലൂസിനെ നഴ്സറിയിൽ നിന്ന് വിളിച്ചിട്ടാണ് കേട്ടോ പോണത്. ഇല്ലെങ്കിൽ വരുമ്പോൾ താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവനെ പിക്ക് ചെയ്യാൻ ആരുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവനെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് അവൻ്റെ അംഗൻവാടി പോയി അവനെ വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ അംഗൻവാടി ചെന്ന സമയത്ത് ടീച്ചർ അവനെ ശകാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവൻ എന്തോ കളർ പെൻസിലിന് വേണ്ടി അവിടെ കിടന്ന് വാശി പിടിച്ച് കരയായിരുന്നു. ആ സാഹചര്യത്തിൽ എന്നെ കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ആളുടെ കരച്ചിൽ ഒന്നോടെ കൂടി ആൾക്ക് ഭയങ്കര സങ്കടമായി. അതാണ് ഇന്ന് ആ തോളിൽ ചാരി കിടന്നിട്ടുള്ള ഒരു പ്രകടനം കേട്ടോ. പിന്നെ വണ്ടി കയറി കഴിഞ്ഞപ്പോൾ അവൻ പറയാണ് അവൻ സ്ലൈറ്റ് എടുത്തിട്ടില്ല, അപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞു. പിന്നെ ടീച്ചറിനെ വിളിച്ച് പോയി സ്ലൈറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇന്ന് അവൻ്റെ കൈയൊക്കെ സ്ലൈറ്റിൽ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എന്നെ കാണിച്ചു തരാണ്. അങ്ങനെ ഞങ്ങൾ അലുവിനെ വിളിച്ചുകൊണ്ട് പോയി. പോണ വഴിക്ക് ചെറുതായിട്ട് പെട്രോൾ അടിച്ചു. പിന്നെ ഇനി ഈ വണ്ടി ഞാൻ ഇക്കാടെ തേപ്പിച്ചിട്ട് ഇക്ക പണി സ്ഥലത്ത് ഇട്ടേർന്ന കാർ എടുത്തിട്ടാണ് പോണത്. ആളെണ്ണം കൂടുതലുണ്ടല്ലോ, സോ ബൈക്കിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ എടുത്ത് വീട്ടിൽ വന്ന് ഉമ്മച്ചീനെ അവന്മാരും പിക്ക് ചെയ്തു. അവന്മാർ വന്നാൽ പിന്നെ ഞാൻ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണം, ഇല്ലെങ്കിൽ അവിടെ യുദ്ധം നടക്കും. അങ്ങനെ അവന്മാരാണ് പിന്നെ വണ്ടി ഓടിച്ചത്. പിന്നെ ഞങ്ങൾ അവളുടെ വീട്ടിൽ ചെന്നു, വെള്ളമൊക്കെ കുടിച്ചു, കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ അവന്മാർ വീഡിയോ എടുക്കുമ്പോൾ എണീറ്റ് പോണേ ഉണ്ടാക്കും. ഇതേ അതാണ് ഇച്ചൂസ്, അവളുടെയാണ് താട പൊട്ടിയത്, സ്റ്റിച്ചൊക്കെ ഇട്ട് കെട്ടൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു, ചായയൊക്കെ കുടിച്ചു, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.